ഞാനിപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് നഗരത്തിൽ നിന്നും വടക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരം ചേർന്നാണ് യാത്ര. ഇടതുവശത്തായി ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. റെജി പുല്ലാട്ട് എന്ന ഈരാറ്റുപേട്ടക്കാരനും അലക്സ് തോമസ് എന്ന ചങ്ങനാശ്ശേരിക്കാരനും കൂടിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. രണ്ടുപേരും കോട്ടയം ജില്ലക്കാർ. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. വണ്ടിയിലെ പെട്രോൾ തീർന്നു തുടങ്ങിയിരിക്കുന്നു. പെട്രോൾ അടിച്ചിട്ട് വേണം ഇനി യാത്ര തുടരാൻ. ഇവിടെ അടുത്ത് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടെന്ന് കണ്ട് അവിടേക്കാണ് പോകുന്നത്. സെർവാൻഡസ് പട്ടണം അടുത്തുവന്ന് അവിടുത്തെ വലിയൊരു വാട്ടർ ടാങ്ക് കണ്ടപ്പോൾ മനസ്സിലായി, ആ പട്ടണത്തിൽ പോയി പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചു ദൂരം കൂടുതൽ ഓടിയിരിക്കുന്നു. ഈ രാജ്യത്ത് പല വിജന പ്രദേശങ്ങളിലും 200 മുതൽ 500 കിലോമീറ്റർ വരെ പിന്നിടണം ഒരു പെട്രോൾ പമ്പ് കണ്ടെത്താൻ. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കയറി പെട്രോൾ അടിക്കുന്നിടത്ത് വണ്ടി നിർത്തി. എല്ലാ പെട്രോൾ പമ്പിനോടും ചേർന്ന് ഒരു കഫേയൊക്കെ ഉണ്ടാകും. ദീർഘയാത്രയ്ക്കിടെ കാപ്പി കുടിക്കണമെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിലും വെള്ളം വാങ്ങണമെങ്കിലുമെല്ലാം ഒരു പെട്രോൾ പമ്പിലെത്തണം. 100 കണക്കിന് കിലോമീറ്ററുകൾ പിന്നിടുമ്പോഴായിരിക്കും ഇങ്ങനെയൊരു ഫെസിലിറ്റി കണ്ടെത്താനാവുക. റെജി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടുത്തെ പിനക്കിൾസ് ഡെസേർട്ടിലേക്കാണ് യാത്ര. ഡെസേർട്ട് ഡ്രൈവ് എന്ന ഒരു ഡ്രൈവ് തന്നെയുണ്ട്. വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ് പിനക്കിൾസ് ഡെസേർട്ടിലേത്. അത് കാണണം. അവിടേക്കുള്ള വഴിയിൽ നിന്ന് തിരിഞ്ഞ് കുറേ ദൂരം ഓടിയാണ് പെട്രോൾ പമ്പുള്ള സ്ഥലത്തേക്ക് എത്തിയത്. പിനക്കിൾസ് ഡെസേർട്ട് ഒരു നാഷണൽ പാർക്കിന്റെ ഭാഗം കൂടിയാണ്. പ്രകൃതിയുടെ അത്ഭുതമാണ് അവിടുത്തെ കാഴ്ച. ഇതാണ് അതിന്റെ എൻട്രൻസ്. നാഷണൽ പാർക്കിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. മോട്ടോർ ഹോമും റിക്രിയേഷണൽ വെഹിക്കിളുമൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം അടുത്തു തന്നെയുണ്ട്. മറ്റ് അത്യാവശ്യം ഫെസിലിറ്റികളും. മോട്ടോർ ഹോമിൽ ഇവിടെ രാത്രിയിൽ താമസിക്കുകയുമാവാം. ബൈക്കുകൾ അനുവദിക്കില്ല എന്നൊക്കെ ബോർഡുണ്ട്. മൺറോഡിലൂടെയാണ് ഇനി യാത്ര. മഞ്ഞ നിറത്തിൽ മണലുള്ള ഒരിടത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് കല്ലുകൾ എഴുന്നു നിൽക്കുന്നു. ആ പാറകളിൽ കയറരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നൊക്കെ ഇവിടെ ബോർഡുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് എത്തുന്നത്. ഭൂനിരപ്പിൽ നിന്നും ഉയർന്ന തൂണുകൾ പോലെ നിൽക്കുന്ന കുറേയേറെ പാറകൾ. വണ്ടി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി. ഇതാണ് ഈ ഡെസേർട്ടിലെ പ്രധാന കാഴ്ച. പിനക്കിൾസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പാറകളെയാണ്. ലാവ ഉറഞ്ഞ് സെറ്റായതുപോലെയുണ്ട്. അതിങ്ങനെ തൂണുകൾ പോലെ നിൽക്കുന്നു. ചിലത് കണ്ടാൽ വലിയ ചിതൽപുറ്റുകളാണെന്ന് തോന്നും. മഞ്ഞ നിറമുള്ള മണ്ണ്. നിലത്തിന് ആകെ തന്നെ സ്വർണ്ണ നിറമാണ്. ഞാൻ ആ കല്ലുകൾക്കിടയിലൂടെ നടന്നു. ചിലയിടത്ത് 2 ആൾ ഉയരമുള്ള പാറശില്പങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. പ്രകൃതി കൊത്തിയെടുത്ത ശില്പങ്ങൾ. ഏതാണ്ട് 17,000 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് ഈ മരുഭൂപ്രദേശം. അതിൽ ടൂറിസ്റ്റുകളെത്തുന്ന പ്രധാന ഭാഗം ഇതൊക്കെയാണ്. പിനക്കിൾസ് എന്ന വിശേഷണമുള്ള ഈ ശിലാരൂപങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നുണ്ട്. കല്ലുകൾക്കിടയിലൂടെ നടക്കുന്ന ആളുകളുടെ രൂപവുമായി താരതമ്യപ്പെടുത്തിയാൽ അവയുടെ യഥാർത്ഥ വലിപ്പം വ്യക്തമാകും. 10,000-കണക്കിന് വർഷങ്ങളുടെ ഭൗമശാസ്ത്രപരവും രാസപരവുമായ പ്രക്രിയകളുടെ ഫലമായാണ് ഈ ശിലകൾ ഇന്ന് കാണും വിധമായത്. അതിന്റെ രൂപീകരണം സംബന്ധിച്ചുള്ള പ്രധാന സിദ്ധാന്തം ഇതാണ്. ഏകദേശം 25,000-30,000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവിടമെല്ലാം കടലിനടിയിലായിരുന്നു അത്രേ. അന്ന് ധാരാളം കടൽ ജീവികളുടെ തോടുകളും അസ്ഥികളും ഇവിടെ അടിഞ്ഞുകൂടി. അവ കാലക്രമേണ ചുണ്ണാമ്പ് കല്ലുകളായി. ആയിരക്കണക്കിന് വർഷം തുടർച്ചയായി വെള്ളമൊഴുകിയതോടെ ആ ചുണ്ണാമ്പ് കല്ലുകളിൽ രൂപമാറ്റം വന്നു. അങ്ങനെയാണ് ഈ രൂപങ്ങൾ ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞർ പൊതുവെ അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തം. എന്നാൽ ഈ പ്രദേശത്ത് വസിച്ചിരുന്ന അബോർജിൻ ഗോത്രമായ ന്യൂഗറുകളുടെ വിശ്വാസം മറ്റൊന്നാണ്. അവരുടെ വിശുദ്ധ സ്ഥലമായിരുന്നു അന്ന് സ്വർണ്ണ നിറമുള്ള മരുഭൂമി മാത്രമായിരുന്ന ഇവിടം. ചില ദിവസങ്ങളിലും ചില നേരങ്ങളിലും ഇവിടെ പ്രവേശിക്കുന്നതിൽ ഗോത്രത്തിലെ ആളുകൾക്ക് വിലക്കുമുണ്ടായിരുന്നു. എന്നാൽ ഒരു സംഘം ഗോത്ര യുവാക്കൾ ആ വിശ്വാസങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചു. വിലക്കപ്പെട്ട ഒരു ദിവസം അവർ ഒരുമിച്ച് മരുഭൂമിയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് മരുഭൂമിയുടെ ഭാവം മാറി. മണൽക്കാറ്റ് ആഞ്ഞടിച്ചു. യുവാക്കൾ അതിനുള്ളിൽ പെട്ടുപോയി.
അവർ കൈകൾ മുകളിലേക്കുയർത്തി തെറ്റുകൾ പൊറുക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ മരുഭൂമി ശാന്തമായില്ല. യുവാക്കളെ മണൽ മൂടി. അവരുടെ കൈവിരലുകൾ മാത്രം മുകളിലേക്ക് ഉയർന്നു നിന്നു. ആ വിരലുകളാണത്രേ പിന്നീട് ഈ കാണുന്ന പാറകളായി മാറിയത്. ഇങ്ങനെ നിരവധി രസകരമായ കഥകളുണ്ട് ഈ മരുഭൂമിയെ സംബന്ധിച്ച്. പിനക്കിൾസ് ഡെസേർട്ടിനെയും പറക്കും തളികകളെയും ബന്ധപ്പെടുത്തിയുള്ള അനേകം കഥകളും ഊഹാപോഹങ്ങളും ഒരു നൂറ്റാണ്ടു മുൻപേ പ്രചാരത്തിലുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നവർ രാത്രിയിൽ പറക്കും തളികകളെ കണ്ടു എന്നതാണ് വ്യാപകമായ ഒരു പ്രചാരണം. മറ്റൊന്ന്, രാത്രിയിൽ ആകാശത്തു നിന്നും ആരോ ടോർച്ചടിച്ച് എന്തോ അന്വേഷിക്കും പോലെ ഓരോ ശിലയിലേക്കും ശക്തമായി പ്രകാശം വീഴുന്നത് കണ്ടുവെന്നാണ്. പറക്കും തളികകളുടെ ഒരു സ്ഥിരം ലാൻഡിംഗ് പോയിന്റാണ് ഇവിടമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കുറെ ഏരിയയുണ്ടിത്. റജി വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നില്ല. ഞാനും അലക്സും കൂടി പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. വിചിത്ര രൂപമുള്ള വാഹനങ്ങൾ പലതും വരുന്നുണ്ട്. ജീപ്പും മറ്റു വാഹനങ്ങളുമൊക്കെ. ഇവിടെ SUVകളും ഡെസേർട്ടിലൂടെ സഫാരി നടത്താൻ കഴിയുന്ന വാഹനങ്ങളുമാണ് കൂടുതൽ ആളുകളും വാങ്ങുക. കാരണം ഓസ്ട്രേലിയ അത്തരമൊരു ഭൂഖണ്ഡമാണ്. വളരെ പരുക്കനാണ് ഭൂപ്രകൃതി. പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് റഫ് ആൻഡ് ടഫായി ഓടാൻ പറ്റുന്ന വാഹനങ്ങളാവും ആളുകൾ കൂടുതലും സ്വന്തമാക്കുക. ഞങ്ങളീ പോകുന്നത് ഒരു നിസാൻ പട്രോൾ കാറാണ്. റജിയുടെ കാറാണത്. ഇവിടെ മലയാളികളും വാങ്ങുന്നത് അത്തരം കാറുകളാണ്. SUVകളാണ് ഇന്നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോവുക. പിനക്കിൾസ് ഡെസേർട്ടിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ വലിയൊരു ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ് ഇപ്പോൾ ഇവിടം. പ്രതിവർഷം 2 ലക്ഷത്തോളം ആളുകൾ ഈ മരുഭൂമി സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ആധുനിക കാലത്തും ഈ മരുഭൂമിയെ സംബന്ധിച്ച് നിഗൂഢമായ പല വിവരങ്ങളും ഓരോരുത്തർ പറയുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കല്ലുകൾക്കിടയിലൂടെ ഒരു വെളുത്ത ഒട്ടകം നടക്കുന്നത് കാണാറുണ്ട് എന്നതാണ് അതിലൊന്ന്. ആ കഥകൾ ഓർത്തിരിക്കെ കാർ പ്രധാന പാതയിലേക്ക് കയറി. ഇനി ഇവിടെ നിന്നും മടങ്ങുകയാണ്. മുമ്പിൽ പോകുന്ന തരം വണ്ടികളാണ് നിരത്തിൽ കൂടുതലായും കാണുക. അതിനു പിന്നിൽ ട്രെയിലറോ ക്യാമ്പറോ കെട്ടിവലിക്കാനുള്ള സംവിധാനവുമുണ്ട്. ഞങ്ങൾ വീണ്ടും ഹൈവേയിലേക്ക് വന്നു കയറി. ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ലാൻസെലിൻ സാൻഡ് ഡ്യൂൺസ് കാണാനാണ്. കാറുകളും കാരവനുമൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ആളുകൾ ആഘോഷത്തിനായി പോകുന്നതാണ്. അലക്സ് ആണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ. അലക്സ് ആളൊരു സാഹസികനാണ്. ഒരു സാധാരണ ഓസ്ട്രേലിയൻ മലയാളിയല്ല. സാഹസികമായ പല പരിപാടികളിലും ഏർപ്പെടും. അലക്സിനെ പറ്റി പല കഥകളുണ്ട്. അത് വഴിയെ ഞാൻ പറയാം. ഒരു ഭാഗത്ത് സാൻഡ് ഡ്യൂൺസ് കണ്ടു തുടങ്ങി. വെളുത്ത മണലിന്റെ കുന്നുകൾ. ഈ യാത്രയിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം അത് കാണാം. അത്തരം സാൻഡ് ഡ്യൂൺസ് മാത്രമുള്ള വലിയൊരു കടൽ തീരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. നേർരേഖ പോലെ കിടക്കുകയാണ് പാത. കിലോമീറ്ററുകളോളം അതങ്ങനെയാണ്. ഓസ്ട്രേലിയയിലൂടെയുള്ള യാത്രയിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണത്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ ലാൻസെലിൻ പ്രദേശത്തേക്കെത്തും. യൂറോപ്യൻ കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ ചെറിയൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു ലാൻസെലിൻ. ഇപ്പോൾ അതൊരു സബർബായി വളർന്നിട്ടുണ്ട്. വലിയ പട്ടണമല്ല, എന്നാൽ ഗ്രാമത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആകെ 600 പേരാണ് ലാൻസെലിനിൽ വസിക്കുന്നത്. അവർ സ്ഥിരവാസികളാണ്. എന്നാൽ ടൂറിസം സീസണിൽ ഓരോ ദിവസവും 2500 ആളുകളെങ്കിലും ലാൻസെലിനിൽ ഉണ്ടാകും. വെക്കേഷൻ ആസ്വദിക്കാൻ എത്തുന്നവർക്കുള്ള ലോഡ്ജുകളും ഹോം സ്റ്റേകളുമൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് ഒരു സബർബിന്റെ പ്രത്യേകത. ഒറ്റ നിലയുള്ള വീടുകളായിരിക്കും കൂടുതലും. തൊട്ടു നിൽക്കുന്ന വീടുകൾ കാണില്ല. കുടിയേറ്റക്കാർ വസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ രൂപഭാവങ്ങളാണ് ഇതെല്ലാം. ആദ്യകാലത്ത് വങ്കാരി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണിത്. ലാൻസെലിനിലെ ഒരു മാർക്കറ്റ് ഏരിയയാണ് ഇക്കാണുന്നത്. അതിനു മുന്നിൽ കുറെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ക്രൈഫിഷ്, ലോബ്സ്റ്റർ തുടങ്ങിയവയെ പിടിച്ചുവിറ്റ് ഉപജീവനം നടത്തിയിരുന്ന അബോർജിനുകളുടെ ഒരു പ്രദേശമായിരുന്നു ഇവിടം.
1800കളിലാണ് യൂറോപ്യന്മാർ ഇവിടേക്ക് ആദ്യമായി കടന്നുവരുന്നത്. എങ്കിലും യൂറോപ്യരുടെ ഒരു വാസപ്രദേശമായി ഇവിടം മാറിയത് 20ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. 1940കൾ മുതൽ ഇവിടം ഒരു റിക്രിയേഷണൽ ഏരിയയായി മാറിയിരുന്നു. കടലിൽ കൈറ്റ് സർഫിംഗ്, വിൻഡ് സർഫിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്കായി ധാരാളം ആളുകൾ എത്തി. പിന്നീട് വെളുത്ത സാൻഡ് ഡ്യൂൺസിൽ സാൻഡ് ബോർഡിംഗ്, ഡ്യൂൺ ബഗി സഫാരി തുടങ്ങിയ വിനോദങ്ങളും തുടങ്ങി. ബീച്ചുകളും സാൻഡ് ഡ്യൂണുകളും തന്നെയാണ് ലാൻസെലിനെ വലിയൊരു ടൂറിസ്റ്റ് ആകർഷണമാക്കി മാറ്റിയത്. ഇപ്പോൾ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ടൂറിസം കൊണ്ടാണ് ഇപ്പോൾ ഇവിടം പുലരുന്നതെന്ന് പറയാം. സാൻഡ് ഡ്യൂൺസിലേക്ക് ഏതുവഴിയാണ് പ്രവേശിക്കുക എന്നന്വേഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ കുറെ കാലമായി വസിക്കുന്നവരാണെങ്കിലും എന്റെ 2 സുഹൃത്തുക്കളും ഇന്ന് ഞങ്ങൾ സന്ദർശിക്കുന്ന 2 സ്ഥലങ്ങളിലേക്കും ആദ്യമായാണ് എത്തിയിരിക്കുന്നത്. 15 വർഷമായി റെജി പുല്ലാട്ട് ഇവിടെയുണ്ട്. 9 വർഷമായി അലക്സും. പക്ഷേ 2 പേരും ആദ്യമായാണ് ഇവിടെയൊക്കെ വരുന്നത്. ഞങ്ങൾ മണലിലേക്ക് കയറി. ഇനി കുറെ നേരം മണലിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഈ വഴികളിൽ എങ്ങനെ വണ്ടി ഓടിക്കുമെന്നത് സംബന്ധിച്ച് എന്റെ സുഹൃത്തുക്കൾക്ക് വലിയ നിശ്ചയം പോരാ. 2 പേരും മണലിലൂടെ വണ്ടി ഓടിക്കുന്നത് ആദ്യമായാണ്. ഏതായാലും വണ്ടിയിൽ മണലിലൂടെ ഓടിക്കുന്നതിനായി സാൻഡ് എന്നെഴുതിയ ഒരു ബട്ടണുണ്ട്. അതമർത്തി സാഹസികമായി മണലിലൂടെ വണ്ടി ഓടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനാകട്ടെ ചെറിയ ടെൻഷനിലാണ് ഇരിക്കുന്നത്. എവിടെ വെച്ചാണ് വണ്ടി മണലിൽ പൂണ്ടു പോവുക എന്നറിയില്ലല്ലോ. മണലിലൂടെ വണ്ടി ഓടിക്കുന്നതിന് പ്രത്യേക പരിചയം വേണം. സുഹൃത്തുക്കൾ 2 പേർക്കും അതില്ല. മലയാളികൾ ഇത്തരം രാജ്യങ്ങളിൽ ചെന്നാൽ വലിയ സാഹസങ്ങൾക്കൊന്നും പോകാതെ ഒതുങ്ങി ജീവിക്കുന്നതാണല്ലോ പതിവ്. ഉള്ള ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ബാങ്കിലിട്ടും വീട് വാങ്ങിയും സന്തോഷപൂർവ്വം ജീവിക്കും. കാറിപ്പോൾ വലിയ മണൽപ്പരപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സാൻഡ് ഡ്യൂൺസിലൂടെ വണ്ടി ഓടിക്കണം. ഇവിടെ ആളുകൾ മണലിന് മുകളിലൂടെ കയറി കളിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആദ്യം അവിടെ ഒന്ന് നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് അതിൽ നിന്നും ഇറങ്ങി നടന്നു. നല്ല മണലാണ്, പൊടിമണൽ. അതിവിശാലമായ പ്രദേശമാണ്. ഗൾഫിലൊക്കെയുള്ള മരുഭൂമിയിലെ മണൽ പോലെയല്ല. അതിനേക്കാൾ വലിപ്പം കുറഞ്ഞ തരിതരിയായി പഞ്ചസാര പോലെ കിടക്കുന്ന മണൽ. പഞ്ചസാര തരിയേക്കാൾ ചെറുതാണ് ഈ മണൽത്തരികൾ. ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. കുറേയേറെ ആളുകൾ കുന്നുകൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ചിലർ സാൻഡ് ബോർഡിംഗിൽ ഏർപ്പെടുന്നു. ഞാനും മണൽ കുന്നിലേക്ക് കയറി. ഞാൻ കയറുന്നത് കണ്ട് സുഹൃത്തുക്കളും പിറകെ കയറി വന്നു. കുറേ ദൂരം ഇങ്ങനെയുള്ള മണൽ കുന്നുകളാണ്. 10,000-കണക്കിന് വർഷങ്ങളായുള്ള കടലിന്റെയും കാറ്റിന്റെയും പ്രവർത്തന ഫലമായാണ് ലാൻസെലിൻ സാൻഡ് ഡ്യൂണുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 12,000 വർഷം മുൻപ് അവസാനിച്ച അവസാന ഹിമയുഗത്തിൽ കടൽ നിരപ്പ് ഉയർന്നപ്പോൾ ഈ തീരത്ത് ധാരാളം മണൽ അടിഞ്ഞുകൂടിയിരുന്നു. പവിഴപ്പുറ്റുകളും ഷെല്ലുകളും പൊടിഞ്ഞുണ്ടായ ആ മണൽ തെക്കു പടിഞ്ഞാറൻ കാറ്റിൽ ഈ ഭാഗത്ത് വന്നടിയുകയാണുണ്ടായത്. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ നിലാവത്ത് നടക്കുന്നത് പോലുള്ള ഒരു ഫീലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിനോദം, സാൻഡ് ബോർഡിംഗ്. സർഫ് ബോർഡ് പോലുള്ള ഒരു ബോർഡുമായി മണൽക്കുന്നിന്റെ മുകളിലേക്ക് കയറും. പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഊർന്നു വരികയും ചെയ്യും. ആ വിനോദത്തിൽ ഏർപ്പെടുന്നവർ ഇവിടെ താഴെ കൂടി നിൽപ്പുണ്ട്. കൂടുതലും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച സാൻഡ് ബോർഡുകളാണ് ഇങ്ങനെ തെന്നി നീങ്ങുന്നതിനായി ഉപയോഗിക്കുന്നത്. മരം, ഫൈബർ ഗ്ലാസ് എന്നിവ കൊണ്ടും ബോർഡുകൾ ഉണ്ടാക്കാറുണ്ട്. രസകരമായ ഒരു വിനോദമാണ് സാൻഡ് ബോർഡിംഗ്. കുട്ടികളുമൊത്ത് ബോർഡിൽ വരുന്നവരുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം അനായാസം ഏർപ്പെടാവുന്ന ഒരു വിനോദമാണിത്. പലരും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നു. ഇതാണ് സാൻഡ് ബോർഡ്. അതുമായാണ് പലരും ഇവിടേക്ക് വരുന്നത് തന്നെ. പിന്നെ കുടിക്കാനുള്ള വെള്ളവും കാപ്പിയുമൊക്കെ കരുതിയിട്ടുണ്ടാവും. പല സ്ഥലത്തും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പല ഉയരത്തിലുള്ളതാണ് സാൻഡ് ഡ്യൂൺസ്. നമ്മളൊക്കെ പണ്ട് പാളയിൽ ഊർന്നിരുന്നതിന്റെ ഒരു പുതിയ രൂപമാണ് ഇതെന്ന് തോന്നും. ഓസ്ട്രേലിയൻ സാൻഡ് ഡ്യൂൺസിലെത്തുമ്പോൾ പാള സാൻഡ് ബോർഡ് ആകുന്നു എന്ന് മാത്രം. കുട്ടികൾക്ക് പോലും അനായാസം എടുത്തുകൊണ്ട് നടക്കാവുന്നതാണ് ഈ ബോർഡുകൾ.
ഇങ്ങനെ മണൽക്കുന്നിൽ നിന്നും ഊർന്നിറങ്ങുന്നതൊക്കെ എത്ര പ്രായമായവർക്കും ആവേശമാണെന്ന് ഇത് കണ്ടാൽ അറിയാം. പുതിയ പൊസിഷൻ പരീക്ഷിക്കുന്ന ചിലർ മറിഞ്ഞു വീഴുന്നുമുണ്ട്. ഇവരൊക്കെ ബിസിനസ്സുകാരോ വലിയ ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. നല്ല പദവിയിൽ ഇരിക്കുന്നവർ. ഒരു അവധി ദിവസം കിട്ടുമ്പോൾ അവരും കുട്ടികളെ പോലെയാവുന്നു. ഇവിടുത്തെ കാറ്റിന്റെ ശക്തി ഈ കാഴ്ചയിലുണ്ട്. അതിഭീകരമായ കാറ്റാണ്. ആ കാറ്റിൽ കൂനയുടെ മുകൾ ഭാഗത്തു നിന്നും മണൽ പറന്നുകൊണ്ടേയിരിക്കുന്നു. കാറ്റിനെതിരെ നടക്കുന്നത് പോലും വളരെ ആയാസകരമാണ്. ഭീകരമായ കാറ്റ്. ഞാൻ ആ കാറ്റിനെ ചെറുത്താണിങ്ങനെ നിൽക്കുന്നത്. കാറ്റിൽ മണൽ വലിയ തോതിൽ പറന്നു പോകുന്നുണ്ട്. ഇത്രയും ഭീകരമായ കാറ്റ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. നല്ല വെയിലുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ തണുപ്പുമുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ സുഖകരമാണ്. നവംബർ മാസത്തിന്റെ പകുതി കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സുഖകരമായ കാലാവസ്ഥയുള്ള ദിനങ്ങൾ. കാറ്റത്ത് മണൽ ഇങ്ങനെ പറന്നു പോകുന്നത് ഒരു കാഴ്ച. പുതിയ സാൻഡ് ഡ്യൂണുകൾ രൂപപ്പെടുന്നത് തന്നെ ഇങ്ങനെ മണൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറന്നിട്ടാണ്. സാൻഡ് ഡ്യൂണുകളുടെ ദേശാടനമെന്നാണ് അതിന് പറയുക. കാറ്റിൽ പലരുടെയും കണ്ണിൽ മണൽ എത്തുന്നുണ്ട്. എങ്കിലും ഒട്ടൊരു സാഹസികമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതും ഒരു വിനോദമാണ്. തിരിഞ്ഞു നിൽക്കാൻ പോലും ആകാതെ ആളുകൾ വിഷമിക്കുന്നത് ചിലയിടത്ത് കാണാം. എല്ലാം രസകരമായ കാഴ്ചകൾ തന്നെ. മണൽ കണ്ണിലും മൂക്കിലും കയറാതിരിക്കാൻ പ്രത്യേക മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട് ചിലർ. ഈ സാൻഡ് ഡ്യൂൺസിലൂടെ ഒരു വാഹനം ഓടിച്ചാൽ അതിന്റെ ചക്രപ്പാടുകൾ മിനിറ്റുകൾക്കകം അപ്രത്യക്ഷമാകും. കാറ്റിൽ അതിവേഗം മണൽ വന്ന് അടിയുന്നതുകൊണ്ടാണത്. ഇതിന്റെ ഒരറ്റത്ത് കടലാണ്. അത് അങ്ങകലെ കാണാം. ഇന്ത്യൻ മഹാസമുദ്രം. ഞാൻ ആ മണൽക്കുന്നുകൾക്ക് മുകളിലൂടെ കുറേ ദൂരം നടന്നു. ഇവിടെയും ആളുകൾ മണൽക്കുന്നിൽ നിന്നും ബോർഡിൽ ഊർന്നിറങ്ങുകയാണ്. പലപ്പോഴും വീഴാതിരിക്കാൻ ബോർഡിൽ നിന്ന് ചാടി താഴേക്ക് ഓടേണ്ടി വരും. ബോർഡിൽ കാൽ ഉറപ്പിച്ചു നിന്ന് ശരീരം ബാലൻസ് ചെയ്ത് വേണം താഴേക്ക് പോകാൻ. രസകരമായ ചില കഥകളുമുണ്ട് ഈ സാൻഡ് ഡ്യൂൺസിനെ കുറിച്ച്. ബുക്ക്വേം ഹിൽ എന്നൊരു കുന്നുണ്ട് ഈ സാൻഡ് ഡ്യൂൺസിൽ. ആ പേര് വരാൻ കാരണം ഒരു ബാക്ക് പാക്കർ ടൂറിസ്റ്റാണ്. നല്ല വെയിലുള്ള ഒരു ദിവസം ഈ മണൽക്കുന്നുകൾക്കിടയിലൂടെ നടക്കുകയായിരുന്നു അയാൾ. കുറേ ദൂരം നടന്നപ്പോൾ ദിശ മനസ്സിലാവാതെയായി. എല്ലായിടത്തും ഒരേ തരം കുന്നുകൾ മാത്രം. ലാൻഡ്മാർക്കുകളോ നിഴലോ ഇല്ല. ഒരു ദിവസം മുഴുവൻ മണൽക്കുന്നുകൾക്കിടയിൽ അലഞ്ഞു നടന്ന അയാളെ രക്ഷാപ്രവർത്തകരാണ് കണ്ടെത്തിയത്. അവധി ദിവസങ്ങളിൽ ഓസ്ട്രേലിയക്കാർക്ക് ഇത്തരം വിനോദങ്ങളാണ് കൂടുതലും. പെർത്തിനടുത്തുള്ള ഒരു പ്രധാന ഉല്ലാസ കേന്ദ്രം ഇതാണ്. പെർത്തിൽ നിന്നും 127 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ ഒഴിവു ദിവസങ്ങൾ ആഘോഷമാക്കാൻ അവിടെ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നു. മലയാളികളും വരാറുണ്ട്. എങ്കിലും സായിപ്പുമാരാണ് കൂടുതലും. മലയാളികൾ അവധി ദിവസങ്ങളിൽ സാധാരണയായി വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നതാണ് പതിവ്. അല്ലെങ്കിൽ ചെറിയ ചില യാത്രകൾ നടത്തും. വലിയ ആഘോഷങ്ങൾക്കൊന്നും അവർ പോകാറില്ല. ഇവിടെ ക്വാഡ് ബൈക്കുകൾ വാടകയ്ക്ക് നൽകുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ കുറേയേറെ ക്വാഡ് ബൈക്കുകൾ നിരത്തിയിട്ടിരിക്കുന്നു. അതിൽ മിക്കതിലും ആളുകൾ ഇരിക്കുന്നുമുണ്ട്. ഇവിടെ ഓരോരുത്തർക്കായി ഓരോ സമയത്ത് ക്വാഡ് ബൈക്കുകൾ വാടകയ്ക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ബുക്ക് ചെയ്യുന്നവരെയെല്ലാം ഒരുമിച്ചാണ് ഇതിൽ കയറ്റിവിടുക. അവർക്ക് ഇൻസ്ട്രക്ഷനുകൾ നൽകാൻ ആളുകളുണ്ട്. എങ്ങനെ ഓടിക്കണം, എപ്പോൾ ബ്രേക്ക് ചവിട്ടണം, എങ്ങനെ തിരിക്കണം എന്നതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കുറേ ക്വാഡ് ബൈക്കുകൾ ആളുകൾ കയറി യാത്രയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അവരെല്ലാം പല ഗ്രൂപ്പുകളായി വന്നവരായിരിക്കാം. തനിച്ചു വന്നവരുമുണ്ടാകും. എങ്കിലും പുറപ്പെടുന്നത് ഒരുമിച്ചാണ്. ആദ്യം കമ്പനിയുടെ തന്നെ ഒരു ലീഡർ മുൻപേ പോകുന്നു. അതിനു പിറകെ ഓരോരുത്തരെയായി പറഞ്ഞുവിടുന്നു. കൃത്യമായ ഇടവേളകളിലാണ് ഓരോ വണ്ടിയും പുറപ്പെടുന്നത്. ഒരാൾ സഞ്ചരിക്കുന്ന ക്വാഡ് ബൈക്കിന് $139 ഫീസ്. 2 പേരുണ്ടെങ്കിൽ $179. ഇത്തരത്തിലുള്ള ബഗികൾക്ക് $229 ഫീസ്. ലീഡറുടെ പിറകെ സാൻഡ് ഡ്യൂൺസിലെ പല റൂട്ടുകളിലൂടെ ഇവർ അങ്ങനെ പോകും. കുത്തനെയുള്ള കയറ്റങ്ങളിലൂടെയും ഇറക്കങ്ങളിലൂടെയുമെല്ലാം സഞ്ചരിക്കും. ബഗ്ഗികളിൽ 4 പേർക്കിരിക്കാം. വിചിത്രമായ രൂപമാണ് അതിന്. ടോയ് കാറുകൾ പോലെയുണ്ട്. മരുഭൂമികളിലെ ഒരു പ്രധാന വാഹനമാണ് ക്വാഡ് ബൈക്ക്.
അതിൽ കയറി മണൽക്കുന്നുകളിലൂടെ ഇറങ്ങിയും കയറിയുമുള്ള യാത്ര രസകരമാണ്. ശാസ്ത്രീയമായാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. ഒന്നിനു പിറകെ ഒന്നായി കൃത്യമായ അകലം പാലിച്ചാണ് വണ്ടികൾ പറഞ്ഞുവിടുന്നത്. ഇവിടെ മണലില്ല. പാറക്കെട്ട് പോലൊരു ഭാഗമാണ്. ദിവസവും 3 നേരമാണ് ഇങ്ങനെ കോൺവോയായി ക്വാഡ് ബൈക്ക് റൈഡ് ഉള്ളത്. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും. 1 മണിക്കൂർ നേരത്തേക്കാണ് യാത്ര. ആ സമയം കൊണ്ട് മണൽക്കുന്നുകൾക്കിടയിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഇവർ തിരികെ വരും. ആ പോക്ക് ഒരു കാഴ്ച തന്നെയാണ്. സാൻഡ് ഡ്യൂൺസിൽ തോന്നുന്ന വഴികളിലൂടെയൊന്നും ഇത് ഓടിക്കാൻ പാടില്ല. പോകേണ്ട റൂട്ട് കാണിച്ചുകൊണ്ട് മുൻപേ പോകുന്ന ലീഡറുടെ പിന്നാലെ വേണം സഞ്ചരിക്കാൻ. ഏതാണ്ട് 40ഓളം ബൈക്കുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. രസകരമായ കാഴ്ചയായി എനിക്കത്. ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നിന്നു.